മൊത്തമൊക്കെ എടുത്തായിരുന്നു. ചെന്ന് അമ്മയോട് യാത്ര പറഞ്ഞിട്ടോ. പതുക്കെ. ഞാൻ പോവാ. അവിടെ നിക്ക്. അറവുകാരന്റെ മനസ്സിൽ പോലും ഉണ്ടാവും ഒരിറ്റ് ദയ. ഇതേതാണ്ട് അമ്മേ അമ്മേ എന്റെ മക്കൾ നന്നായി പഠിക്കണം. അമ്മ പ്രാർത്ഥിക്കാം കേട്ടോ. ഇത് വെച്ചോ, അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ വേറെ ദൈവ. അപ്പൂപ്പൻ പറഞ്ഞു മുന്നോട്ട് എന്ത് പറഞ്ഞാലും അയ്യപ്പസ്വാമി കേൾക്കും. ആനയെ തല്ലി കുടിയമ്പാപ്പാനെ തൊഴി കൊടുക്കും. അപ്പൂപ്പനോട് ചോദിച്ചു നോക്ക്. പക്ഷെ ഒരു കാര്യം മാത്രം, എത്ര പറഞ്ഞിട്ട് അയ്യപ്പസ്വാമി കേട്ടില്ല. എന്റെ അമ്മയുടെ അടുത്തും തന്നെ കൊണ്ടുപോലെന്ന് പറഞ്ഞിട്ട്. എന്റെ മക്കളെ, ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഇവളെവിടെ പോകുന്നില്ല. ഇവളിവിടെ വളരും, എന്റെ കുഞ്ഞായിട്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ പോയി എനിക്ക്. ഈശ്വരൻ തന്ന നീതി അവള്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളെങ്ങനെയാ ചാനാതയാവുന്നേ? ഇവളെ ഞാൻ വിട്ടുതരില്ല, എവിടേക്കും വിട്ടുതരില്ല. ഇവളെ ഞാൻ വളർത്തും എന്റെ കുഞ്ഞിനെ. അതിനെനിക്ക് ആരുടെ അനുവാദം വേണ്ട. മോള് കൂടി അതിനിവിടെ വളർത്തണം. ഞാനൊന്ന് കാണട്ടെ. നീ ഇതിനും കൊണ്ട് തീരുമാനിച്ചു തന്നെയാ. എന്റെ കുഞ്ഞിനെ കൊണ്ട് അന്തി ഉറങ്ങാൻ പറ്റാത്ത നിങ്ങളെ കൊണ്ടുവരെങ്കിൽ പോവാ, മതിയാക്ക. അയ്യോ മതിയായച്ചാ. ഇവളെ അനാഥയാക്കിയിട്ട് എനിക്ക് എന്തിനച്ചാ ഒരു ജീവിതം? പൂരപ്പറമ്പിലോ കടത്തിനിയിലോ എവിടെയായാലും എനിക്ക് എന്റെ അച്ഛന്റെ സ്നേഹം ഉണ്ടല്ലോ. എനിക്കത് മതി. എനിക്ക് എന്റെ പൊന്നു മക്കളുണ്ടല്ലോ, നമുക്കത് മതി അച്ഛാ. അവളുടെ ഒരു പാണ്ടാരം. രാധേക്കന്റെ പുതിയ വീട് കൊള്ളാം അല്ലേ മുതലാളി? നമ്മളിനി ഒന്ന് ഉച്ച കഴിയുമ്പോ മല ഇറങ്ങേണ്ടി വരുവോ? ഇറങ്ങേണ്ടി വരും. നല്ല നടപ്പാ. ഇങ്ങനെ പോയാൽ മുതലാളിയുടെ മുട്ടുവേദന കൂടത്തേ ഉള്ളൂ. മുട്ടയിലെന്നാടാ കിഡ്നി ഇരിക്കുന്നത്? മുട്ടുവേദനിച്ച ആ മുട്ടി ഓനാച്ച മുതലാളി വെട്ടി താഴെ ഇട്ടിട്ട് 1.5 കാലി മലയിറങ്ങി പോരും. രാധക്കൊച്ചിനെ കാണാൻ ഇങ്ങനെ അങ്ങോട്ടോ കൂട്ടുകൂടി കാട് കാണാൻ വന്ന അപ്പക്കാരെ ഓരാച്ചനെ ഈ കാട്ടുമുക്കി കുരുക്കിയിട്ടത് എന്താന്ന് നിനക്കറിയാവോ? ഈ പുഴമണല്ല സ്വർണം. പിന്നെ രാധപ്പെണ്ണ് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവളെ കണി കാണാനാടാ വീടും കൂടും വിട്ട് ഓനാച്ചൻ ഇവിടെ പൊറുതി തുടങ്ങിയത്. കെട്ടിയോനും കെട്ടിയോളും കൂടെ അടിച്ചു പിരിയാൻ ഉണ്ണിയാളച്ചന്റെ ഭണ്ണാരപ്പെട്ടിയിൽ കാശിത്രയായിട്ട് എന്നെ ലോറിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന്റെ തലേന്ന് അവനൊന്ന് ഞെട്ടിച്ചു. പെണ്ണും പിള്ളയുടെ മുഖത്ത് നോക്കാതിരുന്ന അവൻ
അന്നവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. ഒരു പായി കിടക്കുന്നതും ഞാൻ കണ്ടു. കഥ ആ വഴിക്ക് പോയാൽ പിന്നെ ഓനാച്ചൻ എന്നത്തിനാണ് ഉറക്കളച്ചത്. അതല്ലേ രായ്ക്ക് രാമൻ അവന്റെ നെഞ്ചത്ത് തന്നെ പണി കൊടുത്തത്. ആ പണി കർത്താവ് തമ്പുരാൻ പൊലിപ്പിച്ചു. ഇപ്പോഴേ രണ്ട് പാത്രം. അവൻ പോയാ പിന്നെ ഇവിടെ ഇടോ പോലും 2 വേതാളൻ. തന്തയ്ക്ക് പിന്നെ വിസ കിട്ടാറായതാ. പിന്നെ ആ കുരുന്ന് പെങ്കൊച്ചിന്റെ കാര്യവാ. അതിന് കർത്താവ് വല്ല വഴിയും കാട്ടും ഇല്ലയോടാ. അവന്റെ ഒരു കൊന്ത. എന്റെ മാധവേ, മറന്നു. ഇന്നല്ലേ 18. ആച്ചിത്തള്ള പറഞ്ഞ 18-ാം നാള്. പൊന്നോടേ കാര്യം അങ്ങ് മറന്നു. വാടാ. കിട്ടി സ്വർണം, ചാവുകയത്തിലെ പൊന്ന്. വാ വാ വാ. കണ്ടോ കനി തങ്ക, നോക്കേ നോക്ക്. കണ്ടോ നോക്ക്. കല്ലല്ലേ ദിവാര? എവിടെ എന്റെ പൊന്നെവിടെ? മുങ്ങിയെടുത്തതാ, ഞാൻ മുങ്ങിയെടുത്തതാ. ഇതല്ല ഇതല്ല എന്റെ പൊന്നെവിടെ? അയ്യോ മക്കളെ വാ വാ.
ചമ്പ്രാമ്പതി അല്ലേ? നിധി തേടുന്ന മനസ്സ് ശീരുവാണിപ്പുഴയിലെ സ്വർണം, അതാണ് മനസ്സിൽ അല്ലേ? അതെ. കഷ്ടതകൾ മാറും. ശീരുവാണിപ്പുഴയിലെ നിധി നിന്നിൽ വന്നു ചേരും. അതിനൊരു വഴി, ഒരേ ഒരു വഴി മാത്രം. മഹാകാളിക്ക് ബലി നൽകണം നീ, നരബലി. എന്താ, സാധിക്കുവോ? എങ്കിൽ 5 വയസ്സുള്ളൊരു കുട്ടിയെ ദേവീപ്രീതിക്ക് ബലി കൊടുക്കണം. ചിതലിമലയ്ക്ക് കിഴക്ക് കൊടുങ്കാട്ടിൽ ആരാലും കണ്ടെടുക്കാത്തൊരു കാളി വിഗ്രഹമുണ്ട്. അവിടെ പ്രതിഷ്ഠയുണ്ടാവണം. അമ്മയ്ക്കൊരു സ്ഥാനമുണ്ടാകണം. അതിന് ഇളംചൂടുള്ള മനുഷ്യരക്തം ആർജമാവണം. നീ കേൾക്കുന്നത് എന്റെ വാക്കുകളല്ല, മഹാമായയുടെ അഭീഷ്ടം എന്നിലൂടെ വെളിവാകുന്നുവെന്ന് മാത്രം. എന്നതാണ് നീ പറയുന്നത്? നരബലി എന്നൊക്കെ പറഞ്ഞ അകത്ത് പോണ കേസാ. സംഗതി കൊലപാതകമാ. അറിയാം നിനക്ക്? ബലി നടന്നാൽ സ്വർണം കിട്ടുന്നുണ്ടെങ്കിൽ അത് നടക്കണം. വേണ്ടേ? വേണം. പക്ഷെ ഇത് ദൈവദോഷമല്ലയോ, പാപമല്ലയോടാ? പാപം പുണ്യൊക്കെ മനുഷ്യന്മാർക്ക് മാത്രല്ല, ദൈവങ്ങൾക്കുമുണ്ടല്ലേ. ദൈവത്തിന് വേണമെന്നാണെങ്കിൽ നമുക്കെന്താ? 5 വയസ്സുള്ളൊരു കൊച്ച്, അതിനുള്ള വഴി നോക്ക്. ഞാനിപ്പോ വരാം.